ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും അമ്മയും ഒന്ന് അണിഞ്ഞൊരുങ്ങിയിട്ട്, അമ്മ ഒരുങ്ങിയിട്ടൊന്നും ഇല്ല, ലിപ്സ്റ്റിക് ഒന്നും ഇട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ റെഡി ആയിട്ട് ഹെയർ കട്ടിങ്ങിന് പോവാണ് ഗൈസ്. എനിക്ക് അത്യാവശ്യം ലെങ്ത് വെച്ചിട്ടുണ്ട് ഹെയർ, അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ അമ്മയ്ക്കും ഹെയർ കട്ട് ചെയ്യണം, പിന്നെ ചെറുതായിട്ട് ഫേഷ്യലൊക്കെ ചെയ്ത് അമ്മയ്ക്കൊന്ന് സുന്ദരി ആവണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഐബ്രോസ് ഒക്കെ മറ്റേ കാർഡ് പോലെ വളർന്നിട്ടുണ്ട്. ഇതെല്ലാം എടുത്തൊന്ന് സെറ്റ് ആവണം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിപ്പോൾ പോവാണ്. ഓൾറെഡി 4:30 ആയി, കുറച്ച് ലേറ്റ് ആണ്. അവർ ഓൾറെഡി 4 o'clock വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ലേറ്റ്. ഇറ്റ്സ് ഓക്കെ. അപ്പം ഞാൻ അവിടെ പോയിട്ട് നമ്മൾ സാധാ എന്താ പറയുക, ഒന്ന് ലെവൽ ചെയ്ത് വിടുന്നേ ഉള്ളൂ. അമ്മ എന്താ വല്ല കട്ട് ചെയ്യുന്നില്ല, അമ്മയും ജസ്റ്റ് ലെവലിങ്ങേ ഉള്ളൂ, അല്ലാണ്ട് ലെയർ കട്ട് ഫെദർ കട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ അവിടെ പോയിട്ട് കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സ് ഞാൻ കാണിക്കുന്നതായിരിക്കും. ബൈ. അങ്ങനെ ഇതാ ഞങ്ങൾ പാർലർ എത്തി. ഞങ്ങൾ സ്ഥിരം വരുന്ന പാർലറാണ്. അപ്പോൾ അവിടുത്തെ ആൻറ്റിയെ നല്ലപോലെ അറിയാം. അപ്പോൾ ആൻറ്റിയായിട്ട് ആദ്യം കുറച്ച് കത്തിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഐബ്രോസ് എടുക്കാൻ തുടങ്ങിയത്. നമ്മുടെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐബ്രോസ് എടുക്കണം, ഹെയർ കട്ട് ചെയ്യണം, ക്ലീനപ്പ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു ആദ്യം നമുക്ക് ഐബ്രോസ് എടുക്കാമെന്ന്. പിന്നെ ആൻറ്റിയുടെ ഫേസ് വീഡിയോയിൽ കാണിക്കാത്തത് അവർക്ക് വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ഒരാൾക്കാർക്ക് അവരുടെ പ്രൈവസിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ മാക്സിമം കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ എനിക്ക് ഇപ്രാവശ്യം ഐബ്രോ എടുത്തപ്പോൾ കമ്പാരിറ്റീവ്ലി പെയിൻ കുറവായിട്ടാണ് തോന്നി. പക്ഷെ അമ്മയ്ക്ക് അത്യാവശ്യം പെയിൻ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. അങ്ങനെ ഐബ്രോസ് ഒക്കെ എടുത്ത് സുന്ദരി കുട്ടിയായിട്ട് അമ്മ ക്ലീനപ്പിന് റെഡിയായി. ക്ലീനപ്പ് അല്ല, നമ്മൾ ക്ലീനപ്പ് ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ അമ്മയ്ക്ക് ഫേസിൽ ഒരുപാട് ടാനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഒരു ബേസിക് ഹെർബൽ ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹെർബൽ ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഫേഷ്യൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഈ ചെയർ ഒരു പൊട്ട ചെയറായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെ ഇരുന്നാലും കഴുത്ത് വേനായിരുന്നു. അവർ കുറേ നോക്കി, പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഫസ്റ്റ് ലെയർ ഓഫ് എന്താ പറയുക, ആ ഒരു ഫേഷ്യൽ കഴിഞ്ഞിട്ട് അവർ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എടുത്തിട്ട് സെക്കൻഡ് ലെയർ ഓഫ് ക്രീം അപ്ലൈ ചെയ്തു. ഇനി അമ്മയ്ക്കൊരു 20 minutes റെസ്റ്റ് ആണ്. അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ ഹെയർ കട്ട് ചെയ്യാണ്. ജസ്റ്റ് ലെവലിംഗ് ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഈ ആൻറ്റി തന്നെയാണ് കട്ട് ചെയ്ത് തന്നത്. അത്യാവശ്യം ലെങ്ത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്തു. ഇത്രയും മുടി എൻ്റെ പോയി ഗൈസ്. അങ്ങനെ മുടിയൊക്കെ സെറ്റ് ചെയ്തു. എനിക്കാണെങ്കിൽ വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ വീഡിയോസ് എന്നെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മയുടെ ഫേഷ്യൽ കഴിഞ്ഞു. ഇനി ഹെയർ കട്ടിംഗ് ആണ്. അമ്മയും എന്നെ പോലെ ജസ്റ്റ് ലെവലിങ്ങേ ചെയ്യുന്നുള്ളൂ. അമ്മയ്ക്ക് അത്യാവശ്യം ലെങ്ത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കയറ്റിയിട്ട് തന്നെ വെട്ടുകയാണ്. അങ്ങനെ ഹെയർ കട്ടിങ് കഴിഞ്ഞു. ഹെയർ കട്ടിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹെയർ ഡ്രൈ ചെയ്തിട്ട് കേൾ ചെയ്ത് തരികയാണ് കേട്ടോ. എനിക്ക് അമ്മയുടെ കേൾ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിൽക്കി, അമ്മയുടെ എൻ്റെ പോലത്തെ മുടി ടെക്സ്ചർ അല്ല, അമ്മയുടെ ഭയങ്കര സിൽക്കിയാണ്. അപ്പോൾ അമ്മയുടെ മുടി നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ പോസ്റ്റ് പോലെ വീണ്ടും എൻ്റെ വീഡിയോസ് എടുത്ത് നിൽക്കുകയാണ്. ഇതാണ് അമ്മയുടെ ഹെയർ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ അമ്മയോടൊന്ന് കുലുക്കി കാട്ടാനൊക്കെ പറയായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അത് ആടുമ്പോൾ നല്ല ഡോൾസിൻ്റെ പോലെ ഉണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് എൻ്റെ മുടി കറക്കൽ പ്രസനാണ്. ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടൊന്ന് പറയണേ ഗൈസ്. ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് വേറെ ഉറച്ചു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.